എല്ലാവർക്കും നമസ്കാരം. മഹാദേവന്റെയും ഗൗരി മാതയുടെയും പുത്രനായ സ്കന്ദൻ, മുരുക ഭഗവാൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല. നമ്മൾ ആരും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ആരുമല്ല. പക്ഷേ കേട്ടറിവുകൾ, അദ്ദേഹത്തിന്റെ അറിവുകൾ നേടാനുള്ള ആഗ്രഹം കൊണ്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. പളനിമലയെക്കുറിച്ചും വിഗ്രഹ രഹസ്യങ്ങളെക്കുറിച്ചുമെല്ലാം. അപ്പോൾ ഭഗവാന്റെ കാൽപാദങ്ങളിൽ എൻ്റെ ഈ ഒരു എളിയ അറിവ് സമർപ്പിച്ചുകൊണ്ട് ആ അദ്വൈതമൂർത്തിയെ, ആ തേജസ്വിയെ നമിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. മഹാദേവൻ തന്നെ പകർന്ന് സൃഷ്ടിച്ചതാണ് മുരുക ഭഗവാനെ. അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം മഹാദേവനെ പോലെ തന്നെയാണ് മുരുക ഭഗവാനും. ഇത്രമേൽ നിഷ്കളങ്കനായ ഒരു മൂർത്തി വേറെ കാണില്ല. ഭഗവാനെ ഉപാസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഭഗവാന്റെ ഭക്തരാകാൻ വളരെ എളുപ്പവുമാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഉപാസനകളിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഭക്തിയിൽ, അത് ഏതൊരു നിമിഷവും ഏതൊരു സാഹചര്യത്തിലും ഭഗവാന്റെ ഭക്തിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ഭഗവാൻ ആ ഭക്തന്റെ വിളിപ്പുറത്ത് ഓടിയെത്തും. ഭക്തരെ ഒരുപാട് സ്നേഹിക്കുകയും അവർക്ക് ഇഷ്ടങ്ങളെല്ലാം നടത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു മൂർത്തിയാണ് ഭഗവാൻ. മഹാദേവൻ, നിഷ്കളങ്കരിൽ നിഷ്കളങ്കനായ മഹാദേവൻ തന്നെ രൂപീകരിച്ച് നിർമ്മിച്ച സ്കന്ദ ഭഗവാനും ആ ഗുണങ്ങൾ കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ സ്കന്ദ ഭഗവാന്റെ പളനിമലയെക്കുറിച്ചാണ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഫോഗർ എന്ന മഹർഷിയാണ് നമ്മുടെ പളനിമലയിലെ മുരുകന്റെ ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കിയത്. അതുമാത്രമല്ല, ഫോഗർ എന്ന് പറയുന്നത് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനും കൂടിയായിരുന്നു. അങ്ങനെ 9 വിഷങ്ങൾ കൊണ്ടാണ്, നവപാഷാണങ്ങൾ കൊണ്ടാണ് മുരുക ഭഗവാന്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. നവപാഷാണങ്ങൾ ഇവയൊക്കെയാണ്: ലിംഗപാഷാണം, കുതിരപാഷാണം, കാർമുകിൽ പാഷാണം, രസസിന്ദൂരം, വെള്ളപാഷാണം, രക്തപാഷാണം, പമ്പിനരസം, ഗൗരി പാഷാണം, സീതാപാഷാണം. ഇങ്ങനെയുള്ള നവപാഷാണങ്ങൾ കൊണ്ടാണ് ഭഗവാന്റെ അതിമനോഹരമായ പളനി വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഇവയെല്ലാം സിദ്ധവൈദ്യത്തിൽ ഔഷധങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്നു. അതുപോലെ തന്നെ സിദ്ധവൈദ്യ ആചാര്യന്മാരില് ഫോഗറും അഗസ്ത്യ മഹർഷിയും, അതുപോലെ ഫോഗറുടെ ശിഷ്യനായ പുലിപ്പാണി മഹർഷിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, സിദ്ധവൈദ്യ ആചാര്യന്മാരില്. അതുപോലെ തമിഴ്നാട്ടിലെ 18 സിദ്ധന്മാരിൽ ഒരാളായിരുന്നു ഫോഗർ മഹർഷി. അദ്ദേഹം ഈ നവപാഷാണങ്ങൾ കൊണ്ട് 3 വിഗ്രഹങ്ങളാണ് ഉണ്ടാക്കിയത്. ആദ്യത്തെ വിഗ്രഹവും രണ്ടാമത്തെ വിഗ്രഹവും ഒന്നും അധികം പെർഫെക്ഷൻ കിട്ടിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം 3ാമതൊരു വിഗ്രഹം ഉണ്ടാക്കി. ആ വിഗ്രഹമാണ് നാം ഇന്ന് കാണുന്ന പളനിമലയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ആദ്യത്തെ വിഗ്രഹം കൊടൈക്കനാലിൽ പോകുന്ന വഴിക്ക് ഒരു ഗ്രാമത്തിലെ ഒരു അമ്പലത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വിഗ്രഹം എന്ന് പറയുന്നത് ഫോഗർ മഹർഷിയുടെ സമാധിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ആ ഒരു വിഗ്രഹം ഒരു ഗുഹയ്ക്കകത്താണ്. ഇതുവരെയ്ക്കും ആ വിഗ്രഹം ആരും കണ്ടിട്ടില്ല കേട്ടോ. നവപാഷാണത്തിൽ ഉണ്ടാക്കിയ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് മനുഷ്യ ശരീരം പോലെ വിയർക്കും, അതായത് അതിൽ ദ്രാവകങ്ങൾ വരുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, രാത്രി ഇരുട്ടത്ത് തൊട്ട് കഴിഞ്ഞാൽ മനുഷ്യന്റെ മാംസത്തിൽ ശരീരത്തിൽ തൊടുന്ന പോലെ ഇരിക്കുമെന്നാണ് പറയുന്നത് ഭഗവാന്റെ ശരീരം. അപ്പോൾ ഫോഗർ മഹർഷി ഈ ഒരു കൂട്ട് കണ്ടുപിടിച്ചത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ലല്ലോ. ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നാണ് ഈ ഒരു ഔഷധക്കൂട്ട്. അങ്ങനെ ഭഗവാനെ ഉണ്ടാക്കിയാൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കുക എന്നല്ലേ ചിന്തിക്കുന്നത്. അതിനും ഫോഗർ മഹർഷി ഒരു കാര്യം ചെയ്തു. അതെന്തെന്നറിയോ? അദ്ദേഹം ഒരു ദ്രാവകം ഉണ്ടാക്കി. ഈ ദ്രാവകം അഭിഷേകം ചെയ്യണം. അപ്പോൾ നവപാഷാണങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം എപ്പോഴും നനവ് തട്ടിക്കൊണ്ടേയിരിക്കും, അല്ലെ, വിയർത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു അഭിഷേകം, ഈ ദ്രാവക അഭിഷേകം ചെയ്യുന്നതിലൂടെ എന്താണ്, ഭക്തജനങ്ങൾക്ക് ആ ഒരു നവപാഷാണത്തിന്റെ ഗുണങ്ങൾ ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് ഫോഗർ മഹർഷി അങ്ങനെ ചെയ്തത്. ആ ഒരു കൂട്ടാണ് നമ്മൾ ഇന്ന്
പളനി എന്ന് പറയുമ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള പഞ്ചാമൃതം എന്ന് പറയുന്നത്. പഞ്ചാമൃതം ഒരിക്കലും നിവേദിക്കാനുള്ളതല്ല കേട്ടോ, ഭഗവാന് അഭിഷേകം ചെയ്യുന്നതാണ്. ഈ ഒരു അഭിഷേകം ചെയ്യുന്നതിലൂടെ ഈ വിഗ്രഹം തഴുകി വരുന്ന പഞ്ചാമൃതം ഭക്തർ സേവിക്കുന്നതിലൂടെ നവപാഷാണത്തിന്റെ ഗുണം നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് സത്യം പറഞ്ഞാൽ പഞ്ചാമൃതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഏകദേശം 300 വർഷങ്ങളോളം ഫോഗർ മഹർഷി ഭഗവാനെ അവിടെ സേവിച്ചു പൂജ ചെയ്തു വന്നു. അതിനുശേഷം ഫോഗർ മഹർഷി തന്റെ ശിഷ്യനായിട്ടുള്ള പുലിപ്പാണി എന്ന മഹർഷിയെ പൂജാതി കർമ്മങ്ങൾ ഏൽപ്പിച്ചതിന് ശേഷം സമാധിയായെന്നാണ് വിശ്വാസം. ഈ പുലിപ്പാണി എന്ന മഹർഷിയുടെ പിൻതലമുറക്കാർ ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഈ മുരുക ഭഗവാന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കുടുംബമാണത്. പളനിയുടെ അടിവാരത്താണ് ഇവരുടെ താമസം. ഇപ്പോഴും ഇവിടുത്തെ കാരണവന്മാർ എന്താണ് ചെയ്യുന്നത്? കാവി വസ്ത്രധാരികളായിട്ട് ഈ ചിട്ടവട്ടങ്ങൾ പാലിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ എല്ലാം കാലശേഷം, അതായത് ഫോഗർ മഹർഷി പുലിപ്പാണി മഹർഷിയെ ഏൽപ്പിച്ചല്ലോ. പുലിപ്പാണി മഹർഷിയുടെയും ഫോഗർ മഹർഷിയുടെയും കാലശേഷം ചേര രാജാക്കന്മാരാണ് ക്ഷേത്രത്തിന് എന്തായത് ഇപ്പോൾ കാണുന്ന രീതിയിൽ വലുതാക്കിയതും വീണ്ടും പൂജാതി കാര്യങ്ങൾ കൊണ്ടുവന്നതും. വലതു കൈയിൽ ദണ്ഡ് പിടിച്ചിരിക്കയാൽ ഭഗവാനെ ദണ്ഡായുധ പാണി എന്നും അറിയപ്പെടുന്നു. മുണ്ടനം ചെയ്ത ശിരസോടെ ഇരിക്കുന്ന ഭഗവാനാണ് പളനിയിൽ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തർ തല മുണ്ടനം ചെയ്യാറുണ്ട്. ഭഗവാൻ സർവ അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുമെന്നാണ് വിശ്വാസം. പൂജാതി കാര്യങ്ങൾ ഇങ്ങനെയാണ്. 6 മണിക്ക് നട തുറക്കും. അപ്പോൾ ഭഗവാന്റെ വിശ്വരൂപമാണ് കേട്ടോ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് വീഴാ പൂജ എന്നൊരു പൂജയുണ്ട്. ഇതിന് ശേഷമാണ് അഭിഷേകം നടക്കാറുള്ളത്. പിന്നെ ഉച്ചപൂജ അങ്ങനെയുള്ള പൂജകളൊക്കെ ഉണ്ട്. 8 മണിക്ക് രാക്കാല പൂജയാണ്. രാക്കാല പൂജ കഴിഞ്ഞ് ഭഗവാനെ തിടമ്പ് പല്ലക്കിൽ എഴുന്നള്ളിച്ച് പള്ളിയറയിൽ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസമാണ് പിന്നീട് തിരിച്ച് എഴുന്നള്ളിപ്പിക്കുക. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള അഭിഷേകം എന്ന് പറയുന്നത് പഞ്ചാമൃത അഭിഷേകമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിശിഷ്ടമായിട്ടുള്ളതാണ് പഞ്ചാമൃത അഭിഷേകം. അത് ഒരിക്കലും നിവേദിക്കാനുള്ളതല്ല കേട്ടോ. ഇവിടെ ഒത്തിരി ക്ഷേത്രങ്ങളിൽ നിവേദിച്ച് കാണുന്നുണ്ട്. പക്ഷേ പളനിയിൽ അത് അഭിഷേകം ചെയ്ത് ഭക്തജനങ്ങൾക്ക് രോഗശമനത്തിനായിട്ടാണ് ഫോഗർ മഹർഷി അങ്ങനെയുള്ളൊരു കൂട്ട് കണ്ടുപിടിച്ചതും അത് പ്രാവർത്തികമാക്കിയത്. അപ്പോൾ പഞ്ചാമൃത അഭിഷേകം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് രോഗശമനം, സന്താന ലാഭം, വിദ്യാവിജയം, കുടുംബ ആരോഗ്യം, സർവാഭീഷ്ട സിദ്ധി. ഇവയൊക്കെയാണ് പഞ്ചാമൃതം ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ. നവപാഷാണ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത പഞ്ചാമൃതം അമൃതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാമൃതം സേവിക്കുന്നത് വളരെ നല്ലതാണ്, ശരീര ആരോഗ്യത്തോടെ ഇരിക്കാനും ആയുസ്സോടെ ഇരിക്കാനും. മറ്റുള്ള അഭിഷേകങ്ങളും ഉണ്ട് കേട്ടോ. എണ്ണ എന്ന് പറയുന്നത് രോഗശമനത്തിനാണ് അഭിഷേകം ചെയ്യുന്നത്. മഞ്ഞള് സൗന്ദര്യവർദ്ധനവിനും മംഗല്യ സിദ്ധിക്കുമാണ് അഭിഷേകം ചെയ്യുന്നത്. അതുപോലെ തന്നെ അരിപ്പൊടി കൊണ്ടുള്ള അഭിഷേകമുണ്ട്. ധനധാന്യ വർദ്ധനവിനും ഭൂമി ലാഭത്തിനുമാണ് അരിപ്പൊടി കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. അടുത്ത് മനഃശാന്തി ലഭിക്കാനായിട്ട് ഇളനീർ അഭിഷേകം ചെയ്യുന്നുണ്ട്. സ്വരശുദ്ധി ഉണ്ടാകാനായിട്ട് തേൻ അഭിഷേകം ചെയ്യുന്നുണ്ട് കേട്ടോ. ദുരിതം നീങ്ങാനായിട്ട് പാല് അഭിഷേകവും ചെയ്യുന്നുണ്ട്. കലഹം മാറാൻ പനിനീർ അഭിഷേകവും പാപനാശനത്തിന് ഭസ്മവും അഭിഷേകം ചെയ്തു വരുന്നുണ്ട്. പളനിയിൽ എത്തിച്ചേരാനായിട്ട് 697 പടികളാണ് നമുക്ക് കയറേണ്ടത്. അതുമാത്രമല്ല ഭഗവാന്റെ സ്വർണ്ണത്തേര് എഴുന്നള്ളിപ്പ് കാണേണ്ട ഒരു കാഴ്ചയാണ്. സന്ധ്യാനേരത്ത് പളനിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമാണ്. പാഷാണക്കൂട്ടും പഞ്ചാമൃതക്കൂട്ടും ലോക നന്മയ്ക്കായിട്ട് മുരുക ഭഗവാന്റെ രൂപത്തിൽ നമുക്ക് സമ്മാനിച്ച ഫോഗർ മഹർഷിയെ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു. മുരുക ഭഗവാൻ ജ്യോതിഷ ആചാര്യനാണ്. അപ്പോൾ അദ്ദേഹം എല്ലാവരുടെയും ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറ്റിത്തരട്ടെ. വിദ്യയുടെ അധിപനായ ഭഗവാൻ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ തടസ്സം മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.